വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഭാരങ്ങളധികം വേണ്ടിനി ഇരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. തീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാൻ ഏകനാ ആശയറ്റെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നു സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പാർക്കുമൽപായുസിൻ ഭാരങ്ങളധികം വേണ്ടിനി ശരീരം ബാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും പാറമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ലഭിച്ച എല്ലാ നല്ല ഭാഗ്യനിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. നല്ലതും വിലയേറിയമായ ഈ നല്ല സമയത്തിൽ ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ നിന്നും കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല നിമിഷങ്ങൾ ആമേൻ ഹല്ലേലൂയ അത് എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി മാറേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേഗത്തിൽ നമുക്കൊരു ചെറിയ ചിന്ത ഇന്ന് ഈ പ്രഭാതത്തിൽ പങ്കുവെച്ച് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം 29 മുതലുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു.
ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. 32-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുന്നു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണ്: അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് കേൾപ്പിക്കപ്പെട്ട ദൈവിക വചനങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ തന്നെ എത്യോപ്യക്കാരനായ ആമേൻ ഷണ്ണനെ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ഫിലിപ്പോസിന്റെ കരത്താൽ ഒരു സ്നാനം നടക്കുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ, അപ്പോസ്തല പ്രവൃത്തി ആക്ട് 8:29-33 ആണ് ഞാൻ വായിച്ചത്. ആമേൻ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഷണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വേദപുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ, തോറ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗത്തിലാണ് ഒരാളുടെ ചോദ്യം: നിനക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഗ്രഹിച്ചു വായിക്കണമെന്നുള്ളതാണ് അതിന്റെ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിനകത്ത് പലരും വേദപുസ്തകം വായിക്കുന്നത് കഥപുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു പോകാനല്ല, അതിന്റെ ഉള്ളിലുള്ള മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഏറ്റവും അതിന് കറക്റ്റായിട്ടുള്ള ഒരു പദമെന്ന് പറയുന്നത് വേദപുസ്തകത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പലരും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ഏറ്റവും കൂടുതൽ വേദപുസ്തകം തുറക്കുന്നത് സങ്കീർത്തനമാണ്. കാരണം ഈസി അല്ലേ വായിക്കാൻ. സെന്റർ ആ ഭാഗം മാത്രം ഇങ്ങനെ എന്താണ് പറയുന്നത്, വേദപുസ്തകത്തിന്റെ അത് മാത്രം ഇങ്ങനെ ഏറ്റവും മുന്നിലേക്ക് മാറി നിൽക്കും. കാരണം അതാണ് ഏറ്റവും കൂടുതൽ തുറന്നു വരുന്നത്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം അങ്ങോട്ട് തുറക്കും, തുറന്നിട്ട് മുമ്പിൽ കാണുന്ന വാക്യം ഏതാണോ അത് വായിക്കും. അങ്ങനെയുണ്ട്. എല്ലാവരും അല്ല, ചില വ്യക്തി ജീവിതങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ ആ വേദപുസ്തകത്തെ കുറിച്ച് ഒരു ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. 1500-ഓളം വർഷം 800-ഓളം ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് പലരാൽ എഴുതപ്പെട്ട ആമേൻ വചനത്തിന്റെ അടിസ്ഥാനമാണ്. എല്ലാത്തിനും അതിന്റെ മേലായി കിടക്കുന്ന ഒറ്റ ഒരു വേർഡ് മാത്രം, യേശുക്രിസ്തുവിനെ ആമേൻ മുൻപിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകവും ബൈബിളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജനം അതിനെ തുച്ഛീകരിക്കുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നതും ബൈബിൾ തന്നെയാണ്. കാരണം ഇതിലെ മർമ്മങ്ങൾ വായിച്ചാൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ളത് ആമേൻ എല്ലാവർക്കും അറിയാം. കാരണം ഇതിനകത്തുള്ള മർമ്മങ്ങൾ അതാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യനെ നന്നാക്കാൻ ഏറ്റവും കൂടുതൽ ആമേൻ ഉപയോഗിക്കപ്പെട്ട വാക്കുകളുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരുവചനമാണ് ഷണ്ണൻ എടുത്തു വെച്ച് വായിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്നത്. വലിയ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകം എടുത്ത് വായിച്ച് വരുമ്പോൾ 29-ാമത്തെ വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്?
ഫിലിപ്പോസിനെ എന്തുകൊണ്ടാണ് ഷണ്ണന്റെ അടുത്തേക്ക് വിട്ടത്? ഷണ്ണന്റെ അടുത്തേക്ക് വിട്ടതിന്റെ കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സാന്നിധ്യം ഫിലിപ്പോസിന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ടും ഷണ്ണന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സാന്നിധ്യം ഇല്ലാതിരുന്നത് കൊണ്ടും ആണ് ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അതാണ് തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ വേദപുസ്തകം വായിക്കുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനകത്തിൽ എപ്പോഴത് വായിക്കുന്നോ അപ്പോഴാണ് ആ ദൈവവചനത്തിന്റെ ആഴം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നത്. ഞാനിത് ഈ പ്രഭാതത്തിൽ പറയട്ടെ, വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനെ സ്നേഹിക്കുക, വേദപുസ്തകത്തിന്റെ അകത്ത് അടങ്ങപ്പെട്ടിരിക്കുന്ന മർമ്മത്തെ നമ്മൾ തിരിച്ചറിയുക. ആമേൻ. അതുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. മണിക്കൂറുകൾ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും, മണിക്കൂറുകൾ ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് കഴിയും. ധ്യാനിക്കുന്ന വിഷയങ്ങൾ നമ്മൾ മറ്റൊരു പേപ്പറിനകത്തിലോ അല്ലെങ്കിൽ മറ്റൊരു പുസ്തകത്തിലോ അതിനെ എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനെ പിന്നെയും പിന്നെയും അതിനെ ധ്യാനിക്കുക. കാരണം എത്രത്തോളം വായിക്കുമോ അത്രത്തോളം ആ വചനം നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരു പുസ്തകം. വേറെ ഒരു പുസ്തകവും ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തതുമില്ല. കാരണം അതിനകത്തില് ഈ വചനങ്ങൾക്കകത്തെല്ലാം ആമേൻ യേശുവിന്റെ ജീവൻ അതിനകത്തുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ, നമ്മുടെ വേദപുസ്തക വായനകൾ ആമേൻ അതൊരു വലിയൊരു ആരാധനയായി തീരട്ടെ. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തക പഠനങ്ങൾ ആരാധനയായി തീരട്ടെ. മണിക്കൂറുകൾ വേദപുസ്തകത്തിന്റെ മുൻപിൽ ഇരിക്കുവാൻ ഉള്ള കൃപയുണ്ടാകണമേ എന്ന്, മണിക്കൂറുകൾ ദൈവസാന്നിധ്യത്തിനകത്തിരിക്കാനുള്ള കൃപയുണ്ടാകണമേ എന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ കർത്താവുമായിട്ടുള്ള ഒരു നല്ല റിലേഷനകത്തിലേക്ക് കയറുക. ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ വായിക്കണം. ആമേൻ, ആമേൻ, സ്തോത്രം. നമ്മൾ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ടെക്നോളജികളൊക്കെ വളരെ വലുതാണ്, മൊബൈലിലൊക്കെ ഇട്ട് കേൾക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ഇപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അവർ തോറ അവരുടെ കുഞ്ഞുങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ, ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, ആ ഒരു സ്ത്രീയുടെ ഉദരത്തിന്റെ സൈഡില് ഒരു പഴയ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡറൊക്കെ അതിനകത്തിൽ തോറ അതിനെ റെക്കോർഡ് ചെയ്തിട്ട് അവരാ ഉദരത്തിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞു പോലും ആ തോറ അത് കേട്ടിട്ടായിരിക്കണം അവന് ജന്മം പോലും അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും അവന്റെ ഹൃദയത്തിനകത്തിൽ ആ തോറ മാത്രമായിരിക്കണം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യഹൂദന്മാരുടെ ഭവനത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ, യഹൂദന്മാരുടെ കൾച്ചറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം തോറയാണ്. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് മറ്റൊന്നുമില്ല, അവരുടെ ലൈഫ് അവർക്ക്. അതുകൊണ്ട് എന്താണ്, അവരേറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ 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 ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ തലമുറ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതെല്ലാം അടിസ്ഥാനമായ വരുന്ന ഘടകം ഏതാണെന്ന് അറിയാമോ? തിരുവചനത്തിന്റെ ശക്തിയാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, തിരുവചനത്തിന്റെ അകത്ത് കിടക്കുന്ന മർമ്മങ്ങളെ പഠിക്കുമ്പോൾ, അതിനകത്തുള്ള നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്നത് അസാധാരണമായ ദൈവത്തിന്റെ കൃപകളും അതിനകത്തുള്ള സാന്നിധ്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക. മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിപ്പാനുള്ള ദൈവത്തിന് ഒരു കൃപ തരണമേ എന്ന്. ഒരിക്കലൊരു ആമേൻ, ഹല്ലേലൂയ, ഒരിക്കൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വേദപുസ്തകത്തോട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് വിട്ടുപിരിയുവാൻ നമുക്ക് കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. എന്റെയൊക്കെ ലൈഫിനകത്തിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ സമയം തൊട്ട് ഞാൻ ആമേൻ പല സ്ഥലങ്ങളിൽ നിന്നും പല ബൈബിളുകൾ വായിക്കാനായിട്ട് തുടങ്ങി, പല രീതിയിലുള്ള ബുക്സുകൾ വായിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വായിക്കാനായിട്ട് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 3, 4, 5 ബൈബിൾ എടുത്തു വെക്കും. അതിനകത്തു നിന്ന് കിട്ടുന്ന വിശദാംശങ്ങളെ ഞാൻ അതിനെ തെരഞ്ഞെടുക്കും, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആമേൻ നമുക്ക് തന്ന നല്ല സമയങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ആമേൻ ദൈവവചനത്തിന്റെ മുൻപിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ മറ്റൊരു ആമേൻ ഒരു മേഖലയ്ക്കകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ
വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അടുത്ത പദമാണ് ഷണ്ണൻ പറയുന്നത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞ് എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ആമേൻ, വേദപുസ്തകം വായിക്കുന്നതിന്റെ അർത്ഥങ്ങൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിനകത്ത് മനസ്സിലാകുന്നില്ല, അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഉൾക്കൊള്ളാതിരിക്കാൻ വേണ്ടി ശത്രു വ്യാപരിക്കപ്പെട്ടാൽ എങ്ങനെ ഉൾക്കൊള്ളും? തിരുവചനത്തെ ആമേൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനകത്തുള്ള ചിന്തകൾ വരുന്നു, മനസ്സിനകത്തുള്ള അസ്വസ്ഥതകൾ വരുന്നു. ചിന്തകൾ വന്നിട്ട് നമ്മുടെ മാനസിക നിലയെ മാറ്റിക്കളയും. ഒന്നുകിൽ ആമേൻ ജീവിത ഭാരത്തെ കുറിച്ച് കൊണ്ടിടും, അല്ലെങ്കിൽ തലമുറയുടെ വിഷയത്തെ കുറിച്ച് കൊണ്ടിടും. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്. കാരണം ഇത് പഠിച്ചാൽ, ഇത് ഗ്രഹിച്ചാൽ, ഇത് ഹൃദയത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്തിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിടുതലാണെന്നുള്ളത് ആമേൻ, ഹല്ലേലൂയ, പൈശാചിക മണ്ഡല ശക്തികൾക്കറിയാം. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആമേൻ 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 ഈ ഒരു ശത്രു ഈ ഒരു വഴി ഒരുക്കുന്നത്. അവിടെ പറയുന്നത് കേട്ടില്ലേ, അവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ ഗ്രഹിക്കരുത്. ഇത് ഗ്രഹിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. തിരുവചനം വായിച്ച് തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്തിലേക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറിയിലേക്ക് അത് കടന്നു വന്നു കഴിഞ്ഞാൽ, ആമേൻ, നാം രക്ഷപ്പെടുമെന്നുള്ളത് വ്യക്തമായിട്ട് പൈശാചിക ശക്തികൾക്കറിയാം. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ വായിക്കുന്ന ദൈവവചനം എന്റെ ഹൃദയത്തിനകത്തില് ആമേൻ ആഴത്തിൽ അത് പതിയപ്പെടേണ്ടതിനായിട്ട്, ഞാൻ വായിക്കുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് അത് ശക്തമായി അത് ഇടപെടേണ്ടതിനായിട്ട് കർത്താവിനോട് ഹല്ലേലൂയ, കർത്താവേ എന്നെ അത് ഗ്രഹിപ്പിക്കണേ, അത് ഗ്രഹിപ്പിച്ച് ആമേൻ, ഹല്ലേലൂയ, അതിന്റെ മർമ്മങ്ങളെ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് ആത്മാവിൽ 1-2 നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത പദം പറയുകയാണ്, ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആമേൻ ഷണ്ണൻ എന്ന് പറയുന്നത് ആമേൻ എത്യോപ്യ രാജ്ഞിയുടെ ആമേൻ, ഹല്ലേലൂയ, ഭണ്ഡാരത്തിന്റെ മേൽവിചാരകനാണ്. എല്ലാ പദവികളും ദൈവം കൊടുത്തു, പക്ഷേ ഗ്രഹിക്കാനുള്ള, വേദപുസ്തകം ഗ്രഹിക്കാനുള്ള പദവി കൊടുത്തില്ല. വേദപുസ്തകത്തെ പഠിക്കുവാനുള്ള ആ മർമ്മത്തിനെ, അതിനെ മനസ്സിലാക്കുവാനുള്ള ആമേൻ ആ ഒരു സാന്നിധ്യം മാത്രം കൊടുത്തില്ല. ഹല്ലേലൂയ. പക്ഷേ എപ്പോഴവൻ വേദപുസ്തകത്തിന്റെ അവന്റെ മർമ്മങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയോ, നിങ്ങൾ ശ്രദ്ധിച്ചേ, കയറി തന്നോട് കൂടെ ഇരിക്കണമെന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. തിരുവെഴുത്ത് അവൻ വായിച്ച ഭാഗമാണ്. അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അപ്പൊ ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ആമേൻ നമ്മൾ ഗ്രഹിക്കണം. ആമേൻ. യേശു കർത്താവ് കാൽവറിയുടെ ക്രൂശിലേക്ക് കയറി ചെല്ലുമ്പോൾ ആമേൻ 3 സ്ഥലങ്ങളിൽ താൻ വിധിക്കപ്പെടുകയാണ്. ഗതസമന, ഗമദ ആൻഡ് ഗോൽഗോഥ. ഈ 3 സ്ഥലങ്ങളിലും വിധിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച സ്ഥലം എന്ന് പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, താൻ അനുഭവിച്ചത് പറയപ്പെടുന്നുണ്ട് ഗതസമനയ്ക്കകത്ത് തന്റെ പ്രാർത്ഥനയിലാണ്. ബാക്കിയൊക്കെ തനിക്ക് തന്റെ ശരീരത്തിലാണ് മുറിവേൽപ്പിക്കപ്പെട്ടത്. ആമേൻ. പ്രാർത്ഥനാ സമയത്ത് കർത്താവിനോട് പറയുന്നത് ആമേൻ, എനിക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് മാറ്റണമേ. തന്റെ ശരീരത്തിൽ നിന്നും രക്തധമനികളിൽ ആമേൻ, അല്ലെങ്കിൽ ആ രോമങ്ങളിൽ കൂടി രക്തം പുറത്തു വന്നു എന്ന് അവിടെ വചനം പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു മനോവേദന അവിടെ അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് താൻ അതിനെ ഏറ്റെടുത്തു. പക്ഷേ പിന്നീട് 5000-ൽ പരം മുറിവുകൾ ശരീരത്തിന് ഏൽക്കപ്പെടുന്ന സ്ഥലമാണ് ഗമദ എന്ന് പറയുന്നത്. ഗമദയ്ക്കകത്തില് തന്റെ ശരീരത്തിന്മേൽ അടികൾ ഏൽക്കപ്പെടുമ്പോൾ, തന്റെ രോമം കത്തിരിക്കുമ്പോൾ, തന്റെ ശരീരത്തെ മുഴുവനും തകർത്ത് കളയുന്ന ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ വേദപുസ്തകത്തിലൂടെ കാണാൻ കഴിയുന്നു. ആ ചരിത്രമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അറക്കുവാനുള്ള ആടിനെ പോലെ
അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. ആർക്കു വേണ്ടിയാണ് വായ് തുറക്കാതിരുന്നത്? നമ്മൾക്ക് വേണ്ടിയാണ് വായ് തുറക്കാതിരുന്നത്. ഈ പദം അവിടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാകും? ആമേൻ, ഹല്ലേലൂയ. സാധാരണയായി ഒരു വചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. വേദപുസ്തകം ആരാൽ, ആമേൻ, ഹല്ലേലൂയ, ആരുടെ ജീവിതത്തെയാണ് വരച്ചു കാണിക്കുന്നത്, ആരുടെ ശരീരത്തെയാണ് ഇവിടെ മുറിക്കപ്പെട്ടത്, ആരുടെ രോമമാണ് കത്രിക്കപ്പെട്ടതെന്നുള്ളത് അറിയാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ലൈഫ് എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോൾ ആമേൻ, നമ്മുടെ ഹൃദയത്തിനകത്ത് അസാധാരണമായ മാനസാന്തരത്തിന്റെയും ആമേൻ ആമേൻ ദൈവത്തോടുള്ള അടുത്തുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ആഴം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിവരിക്കും? ഒരു ഭയങ്കര ചോദ്യമാണിത്. ആര് അവന്റെ തലമുറയെ വിവരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് അവന്റെ ഈ വിഷയത്തെക്കുറിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുക്കും? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ സ്നാനപ്പെട്ടവരാണ്, നമ്മൾ സ്നാനക്കുളത്തിൽ ഇറങ്ങിയവരാണ്. സ്നാനത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെട്ടു. നമ്മുടെ ശരീരത്തെ നമ്മൾ ആമേൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. നമ്മുടെ പാപത്തെ നമ്മുടെ വെള്ളത്തിനകത്ത് നമ്മൾ കഴുകിക്കളഞ്ഞു. തിരിച്ചു നമ്മൾ ആമേൻ വെള്ളത്തിൽ നിന്ന് നമ്മൾ തിരികെ കയറി. എന്നാൽ ചില ചോദ്യങ്ങൾക്കകത്ത് ഇന്നും ഈ പകല് നമുക്ക് മറുപടി കിട്ടാതിരിപ്പുണ്ട്. ആമേൻ. ഷണ്ണൻ ചോദിച്ച ഒരു ചോദ്യം, ഷണ്ണന്റെ ഹൃദയത്തിനകത്തിൽ ചോദിച്ചൊരു ചോദ്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം. ന്യായം കിട്ടാതെ പോയി. ആർക്ക്? അവന്റെ താഴ്ചയിൽ, യേശുവിന്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിവരിക്കും എന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് ആര് ലോകത്തോട് അറിയിപ്പിക്കും? ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്ത് കളയുന്നുവല്ലോ. ഈ പദം വായിച്ചപ്പോൾ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുന്ന അടുത്ത പദങ്ങളാണ് അസാധാരണമായ പദങ്ങൾ. ആമേൻ. അവന്റെ ഹൃദയത്തിനകത്ത് ആമേൻ ചിന്തകൾ തുടങ്ങി. ദൈവത്തോടുള്ള ബന്ധത്തെ അവന് ആഴത്തിൽ അവന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഞാൻ ഈ ഒരു പ്രവചന ശബ്ദം പോലെ പറയുന്നു. ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ആഴത്തെ വെളിപ്പെടുമ്പോൾ, അതിന്റെ മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തിൽ ആമേൻ പ്രകാശിച്ചു തുടങ്ങുമ്പോൾ, ആമേൻ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന, നമ്മുടെ ആത്മീക ആമേൻ മേഖലകളെ ചേഞ്ച് ആക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരട്ടെന്ന് ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവമക്കളോട് വളരെ സ്നേഹത്തോടെ അറിയിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ദൈവവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പണിതെടുക്കുന്നതാണ്. ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആമേൻ പൂർണ്ണമായും ആമേൻ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയാം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് പലപ്പോഴും നമുക്ക് മറുപടി കിട്ടുന്നില്ല. കാരണം എവിടെയൊക്കെയോ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞാൻ വേദപുസ്തക ചരിത്രത്തിലൂടെ പോയപ്പോഴൊക്കെയും ആമേൻ ഞാൻ മനസ്സിലാക്കിയ സത്യം, നമ്മളെ എത്രത്തോളം നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ കഴിയുമോ, നമ്മൾ എത്രത്തോളം പ്യൂരിഫൈ ആകാൻ കഴിയുമോ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം എത്രത്തോളം ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തിലേക്ക് കയറാൻ കഴിയുമോ, അത്രത്തോളം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്തില് ആമേൻ ഹല്ലേലൂയ നന്മ നമ്മുടെ ജീവിതത്തിനകത്തിൽ കടന്നു വരാൻ തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. 23-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ 23-ാം സങ്കീർത്തനം വേഗത്തിൽ ഞാൻ എടുത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 3-ാമത്തെ വാക്യങ്ങൾ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത 4-ാമത്തെ പദം ഇങ്ങനെയാണ്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നതിന് ശേഷം ആ കുഞ്ഞിനെ ആമേൻ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഏറ്റവും കൂടുതൽ ആമേൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആമേൻ ഏറ്റവും മുൻപിൽ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത്
ജീവിതത്തിനകത്ത് നമ്മളെ ബൈഹാർട്ടായിട്ട് നിൽക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? ആ പദങ്ങളെല്ലാം അങ്ങനെയാണ് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്തിലേക്ക് ആമേൻ ആരംഭം കുറിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ 1-ാം സങ്കീർത്തനത്തിനകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ആമേൻ പറയപ്പെടുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ആമേൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ആമേൻ, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ ആമേൻ, ഒരു നല്ല ഭാഗ്യം എനിക്കുണ്ടാകണമേ, നല്ലൊരു ജോലി എനിക്കുണ്ടാകണമേ, ആമേൻ, നല്ല ഒരു ആമേൻ ഹല്ലേലൂയ ഒരു ഭവനം എനിക്കുണ്ടാകണമേ, നല്ലൊരു വാഹനം എനിക്കുണ്ടാകണമേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഈ വേദപുസ്തകത്തിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്ന സകല നിക്ഷേപങ്ങളും അത് നമ്മുടെ ജീവിതത്തിനുള്ളതാണ്. അത് നമ്മൾക്ക് വേണ്ടി കർത്താവ് കരുതി തന്നിരിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് പ്രാപിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ഈ പ്രഭാതത്തിൽ വളരെ ആത്മാർത്ഥ ഹൃദയത്തോട് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. അവന്റെ ന്യായ പ്രമാണത്തെ ആമേൻ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ഭാഗ്യവാനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഷണ്ണൻ വേദപുസ്തകം വായിച്ചു, മർമ്മം ആമേൻ ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തു. രണ്ടുപേരുടെ ആമേൻ അപ്ഗ്രേഡേഷൻ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എത്യോപ്യക്കാരനായ ഷണ്ണൻ വേദപുസ്തകം വായിച്ചു, ഫിലിപ്പോസ് വേദപുസ്തകത്തിന്റെ മർമ്മം പറഞ്ഞു കൊടുത്തു. അടുത്ത ക്ഷണത്തിൽ ഫിലിപ്പോസിനോട് ഷണ്ണൻ പറയുകയാണ്, എനിക്ക് സ്നാനപ്പെടണം. തീരുമാനം വളരെ വേഗത്തിലായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നമ്മുടെ ഈ ടീമിനകത്തുള്ള ഒരു സഹോദരിയോട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോ, പേരൊന്നും പറയത്തില്ല, സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞൊരു, ഷണ്ണന്റെ സ്നാനം പോലെ ആയിരിക്കും എന്റെ സ്നാനമെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. വർഷം കുറയായി, ഇപ്പോഴും ആമേൻ സ്നാനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിന് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വേദപുസ്തക ചരിത്രത്തെ ആമേൻ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ കഴിയാത്തൊരു മേഖല. ആമേൻ, ഹല്ലേലൂയ. ഞാനും വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകത്തിന്റെ മർമ്മത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ പറയും, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്നൊരു വേദപുസ്തകത്തിന്റെ ഒരു ചരിത്രം വായിച്ചു തുടങ്ങുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്, അടുത്ത സെക്കൻഡിൽ ആ വേദപുസ്തകത്തിനകത്ത് കിടക്കുന്ന മർമ്മത്തെ എന്റെ ഹൃദയത്തിനകത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം പകർന്നു തന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ജ്ഞാനത്തെ എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ജനത്തോട് പറയുന്നു, നിങ്ങളുടെ വേദപുസ്തക വായനകൾ ആമേൻ അതൊരു ചരിത്രമായി മാറട്ടെ, അതൊരു ചരിത്രമായി തീരട്ടെ. ആ കർത്താവിന്റെ ആമേൻ, ഹല്ലേലൂയ, ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്തില് ശക്തിയോടെ വ്യാപരിക്കുവാനിടയായി തീരട്ടെ. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 37 പറയുന്നു, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഒറ്റ സെക്കൻഡ്, ഒരൊറ്റ മിനിറ്റ്, ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട്, ഒരു ചെറിയ മിനിറ്റ് കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സംഭവം, ഒരു മർമ്മം വെളിപ്പെട്ടപ്പോൾ ഒരു വ്യക്തി സ്നാനത്തിലേക്ക് ദൈവത്തോട് കൂടെ ചേരുവാനിടയായി തീർന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവവചനം വായിക്കുന്നവരാണ്. ദൈവവചനം വായിച്ച് അനേകർക്ക് ഇതിന്റെ മർമ്മത്തെ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ആമേൻ അനേകരെ ക്രിസ്തുവിലേക്ക് നമുക്ക് നേടുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അടുത്ത സെക്കൻഡിൽ അവിടെ പറഞ്ഞത് 38 പറയുന്നു, അങ്ങനെ അവർ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണനും ഇരുവനും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. അപ്ഗ്രേഡേഷൻ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ആമേൻ, ഒരുത്തന് അവന് സുവിശേഷം അറിയിപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ, ഹല്ലേലൂയ, അവനെ സ്നാനപ്പെടുത്തുവാനായിട്ടുള്ള ആമേൻ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഇറങ്ങി വന്നു. അങ്ങനെ അവർ തേര് നിർത്തി, അവർ സ്നാനക്കുളത്തിലേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് അവർ ഇറങ്ങി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടിട്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ആമേൻ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ
ആമേൻ, ഒരു കാര്യം മറ്റൊരു വ്യക്തിയെ ധരിപ്പിച്ചപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആമേൻ, വിത്തിൻ സെക്കൻഡിൽ ഒരു അപ്ഗ്രേഡേഷൻ സംഭവിച്ചു. ഒരു അപ്ഗ്രേഡേഷൻ എന്താണ് സംഭവിച്ചത്? ദൈവം അവനെ ഒരിടത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷണ്ണൻ പോലും, സ്നാനപ്പെട്ടവൻ പോലും കണ്ടില്ല. അവന്റെ കണ്ണിനെ മാത്രം മറവാക്കി കളഞ്ഞു. ദൂതന്മാരുടെ സംരക്ഷണം, ദൂതന്മാരുടെ സാന്നിധ്യം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ആമേൻ, ദൈവം ചില വലിയ അപ്ഗ്രേഡേഷനുകൾ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രഭാത സമയത്ത് ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ പറയുന്നു, ആമേൻ, നമ്മളെ ചില അപ്ഗ്രേഡേഷനിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ലിഫ്റ്റിംഗിലേക്ക്, ആമേൻ, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് അടുത്തൊരു ലിഫ്റ്റിംഗിലേക്ക് കർത്താവ് ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ഏത് വിഷയമാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാത സമയത്ത് ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവിക വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകർന്നു തന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.